കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ പാല. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാകട്ടോ, പാരഡൈസ് സ്റ്റോണാണ്. പാരഡൈസിൻ്റെ 2x1 സൈസ് കല്ലാണ്. പാരഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്ന് ആന്ധ്രയ്ക്ക് പോകുമ്പോൾ ആന്ധ്ര ബോർഡർ അല്ലാണ് നമ്മൾ ഈ കല്ല് കട്ട് ചെയ്യുന്നത്. ബെർഗൂർ എന്നൊക്കെ ഉള്ള സ്ഥലം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ബെർഗൂർ, ആ ബെർഗൂരിൻ്റെ സമീപ പ്രദേശത്തുള്ള കോറിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മെഷീൻ വെച്ച് ഫുൾ കട്ട്, അതായത് 6 സൈഡ്. ഈ 6 സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതൊരു സൈഡ്, അങ്ങനെ 4, പിന്നെ അകവും പുറവും, അങ്ങനെ 6 സൈഡും ഒരുപോലെ മിഷ്യൻ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് ഓക്സിജൻ വെച്ച് കത്തിച്ച് നമുക്കിങ്ങനെ ഗ്രിപ്പ് വരാൻ വേണ്ടി, അതായത് നമ്മൾ ചവിട്ടി തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ഫ്ലെയിം ചെയ്തെടുത്ത് വന്നേക്കുന്ന കല്ലാണ്. അപ്പോൾ ഇത് ഒരു ഗ്രേ കളറിനകത്ത് റെഡ് ഷെയ്ഡ് കയറി വരുന്ന കല്ലാണ്. ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുമ്പോൾ വൈറ്റ്, നമ്മൾ പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്ന കല്ല്. അപ്പോൾ ആൾക്കാരത് ഒരുപാട് കണ്ട് മടുത്തുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് കല്ലുകൾ നമ്മൾ പല സ്ഥലത്തു നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇത് പാരഡൈസ് ഗ്രേ, പാരഡൈസ് റെഡ്, അങ്ങനെ പലതരത്തിൽ പറയുന്നുണ്ട്. പാരഡൈസ് എന്ന് തന്നെ കല്ലിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ വില കോട്ടയം ജില്ലയിൽ എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പാലയാണ് നമ്മുടെ ഷോപ്പ്. ഇപ്പം ഞങ്ങളുടെ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 100 രൂപ സ്ക്വയർ ഫീറ്റിന് നമ്മൾ വലിയ വണ്ടി വരുന്ന സ്ഥലം എവിടെയാണോ, വലിയ വണ്ടി മീൻസ് ഭാരത് ബെൻസ്, ലൈലാൻഡ് പോലുള്ള വലിയ 12 വീല് വണ്ടികൾ വരുന്ന സ്ഥലം എവിടെയാണോ അവിടം വരെ എത്തിച്ചു തരുന്ന റേറ്റാണ്. സ്ക്വയർ ഫീറ്റ് 100 രൂപ, കോട്ടയം ജില്ല. മറ്റുള്ള ജില്ലയിലൊക്കെ ഉള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് 100 രൂപയ്ക്ക് നമ്മൾ ഈ കല്ല് നമ്മൾ എത്തിച്ചു തരും. ഇത് നമ്മൾ വിരിച്ച് കൊടുക്കുന്ന റേറ്റ്, ഞാനിത് വിരിച്ചേക്കുന്ന ഒരു സൈറ്റുണ്ട് പാലായിൽ. അപ്പം ആ സൈറ്റ് ചെന്ന് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളും, വിരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ, അതിനകത്ത് വരുന്ന ഗ്രാസ്, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് അളവ് പക്ക അളവാണ്, അതായത് 24-12 കൃത്യം, അതായത് 1 ഇഞ്ച് പോലും അളവ് വ്യത്യാസമില്ല. ഫുൾ മെഷർമെൻറ്റ് കല്ലാണ്. ഫുൾ മെഷർമെൻറ്റ് കല്ല് നമ്മുടെ കോട്ടയം ജില്ലയിൽ 100 രൂപയ്ക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. സ്ക്വയർ ഫീറ്റ് 100 രൂപ. ഇനി പാരഡൈസിൻ്റെ ശരിയായിട്ടുള്ള കളർ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കാണിക്കാം. ഒരു മിനിറ്റ്. ഇതെല്ലാം പാരഡൈസാണ് വെച്ചേക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഇതിനകത്തുള്ള ഈ റെഡ് ഷെയ്ഡ് ഗ്രേ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കളറിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പ്യുവർ ഗ്രേ കളർ നിൽക്കും. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ ആൾക്കാർ ഗ്രാനൈറ്റ് പോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിലത്ത് വിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഫുൾ കട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനി വിരിച്ച സൈറ്റ് വരെ ഒന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഇപ്പം നമ്മൾ പാരഡൈസ് എന്ന് പറയുന്ന സ്റ്റോണ് വിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ വീടും സ്ഥലവും എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. അപ്പം വെറും മരുഭൂമി പോലെയാണ് ഈ സ്ഥലം ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്. പാരഡൈസിൻ്റെ സ്റ്റോൺ വർക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റോൺ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ലാൻഡ്സ്കേപ്പിലേക്ക് കിടക്കുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന് കുറച്ച് ചായമായിട്ട് കിടക്കുന്നതുകൊണ്ട് സ്റ്റോൺ വാട്ടർ ലെവൽ വിരിച്ച് വെള്ളത്തിൻ്റെ സ്ലോപ്പും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ലാൻഡ്സ്കേപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പം നമുക്ക് സ്റ്റോൺ വിരി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പാരഡൈസ് ഗ്രേ വിരിച്ച വീടിൻ്റെ വാതിക്കലെത്തിയേക്കുവാണ്. ഗേറ്റൊക്കെ അങ്ങോട്ട് നമുക്ക് തുറന്ന് അവനെ ഒന്ന് കണ്ടു നോക്കാം. നോക്കിയാൽ 1 സൈഡ് ഗ്രാസാണ് വിരിച്ചേക്കുന്നത്. 1 സൈഡ് ഗ്രാസ്, 2x1 കല്ല്, 24-12 സൈസ് കല്ല്, 1 സൈഡ് ഗ്രാസ്, 2 ഇഞ്ച് ഗ്യാപ്പ് 1 സൈഡ് ഇട്ടിട്ട് കല്ലുകളുടെ ഇടവശം വരുന്ന ഗ്യാപ്പ് 1 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം കസ്റ്റമറുടെ നിർബന്ധപ്രകാരം അവർക്ക് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 1 സൈഡ് ഗ്രാസും 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പുല്ല് വേണ്ടാതെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. കയറി വരുന്ന എൻട്രൻസിൽ നമ്മൾ 2x1 കല്ല് വിരിച്ചേക്കുന്നത് കയറി വരുന്നത്. അതിനുശേഷം മുറ്റത്തേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ 2ക്ക് 1.5 എന്ന് പറഞ്ഞ സൈസ്, അതായത് 2 അടി നീളം 1.5 അടി വീതി, 24-18 സൈസ് ഗ്രാസ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. വെച്ചാൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി 28 ഡെൻസിറ്റി ഉള്ള ഗ്രാസാണ് ഇട്ടേക്കുന്നത്. 28 ഡെൻസിറ്റി എന്ന് പറയുമ്പം 25 mm ആണ്. ഞാൻ ഗ്രാസ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ഗ്രാസ്, അതിനെപ്പറ്റി നമ്മളിങ്ങനെ കൈ കൊണ്ട് അകത്ത് നോക്കണം. ഇത് കാണാൻ പറ്റുമോ നോക്കട്ടെ. ഉണ്ടോ, എത്ര നമ്മൾ നോക്കിയാലും ഇതിൻ്റെ അകത്തെ മാറ്റ് കാണാൻ പറ്റത്തില്ല. കാരണം അത്രയും തിക്കുള്ള ഗ്രാസ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഗ്രാസിന് നമുക്ക് 3 വർഷത്തെ വാറണ്ടിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കമ്പനിയിൽ നിന്ന് നമുക്ക് 3 വർഷത്തെ വാറണ്ടിയാണ് തരുന്നത്. ആ വാറണ്ടിയുടെ എന്ന് വെച്ചാൽ പെയിൻറ്റ് വീണാലോ അല്ലെ കത്തിപ്പോയാലോ വാറണ്ടി കിട്ടത്തില്ല. കളർ ഫെയ്ഡ് ആവുക, ഡാമേജ് ആവുക, അങ്ങനെയൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും
നമുക്കിതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലിൻ്റെ വണ്ടി കയറുമ്പോൾ ഇല്ല, ഒരു കുഴപ്പമില്ല. വണ്ടിയിൽ നിന്ന് കയറുന്ന ഒരു കുഴപ്പമില്ല. എന്ത് വേണം, 4 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ വർക്ക് തീർത്തതല്ലേ ഉള്ളൂ. വർക്ക് തീർത്ത് ഇനിയിപ്പോൾ ഒരു 4 ദിവസം കഴിയുമ്പോൾ വണ്ടി കയറാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മൾ നനച്ച് കൊടുക്കണം. നനച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ കോൺക്രീറ്റ് ഇടുമ്പോൾ നമ്മൾ 4 കൊട്ട പൊടിയും 3 കൊട്ട മെറ്റൽ 1 ചാക്ക് സിമെൻറ്റ് രാമകോട തന്നെ അത്ര സ്ട്രോങ് ആക്കി ഇട്ടേക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോണിനെ വെച്ച് നോക്കുമ്പോൾ അത് വൈറ്റ് ആയതുകൊണ്ട് കടുപ്പം കുറവാണ്. ഇത് ഗ്രേ ആയതുകൊണ്ട് കടുപ്പം കൂടുതലാണ്. അത്യാവശ്യം 10 ടണ്ണുള്ള എല്ലാ വണ്ടിയും നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ചേട്ടനാണ് ഇവിടെ ഫസ്റ്റ് പാലായിൽ ആദ്യം ഇടുന്നത്. ഇതിനു മുമ്പ് ആൾക്കാർ ആരും ഇവിടെ ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പായൽ പിടിക്കത്തില്ല. പായൽ പിടിക്കത്തില്ലെന്ന് വെച്ചാൽ കല്ല് ഫുൾ കട്ട് കല്ലാണ്. ഫുൾ കട്ട് കല്ലിൻ്റെ അടിവശം മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് ടോപ്പ് നമ്മൾ ഫ്ലെയിം ചെയ്ത് വെക്കും. ഫ്ലെയിം ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് പായൽ പിടിക്കത്തില്ല. പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഇത് കണ്ടോ പൊടിയായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് പൊടി വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കണം. വൃത്തിയാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഏത് സാധനവും വൃത്തിയാകത്തില്ല. പിള്ളേരെ നമ്മൾ മുറ്റത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കയറി വരും, ചെളിയൊക്കെ ആയിട്ട് വരും. കുളിപ്പിച്ച് മിടുക്കനായി കഴിഞ്ഞാൽ നല്ല നീറ്റാവും. എന്ന് പറഞ്ഞ പോലെ ഒരു മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റാവും. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ 1 സൈഡ് ഗ്രാസ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഗ്രാസ് വെക്കുകയാണെങ്കിൽ നമുക്ക് 150 രൂപ വരും. ഈ 1 സൈഡ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്ത് പിരിക്കുമ്പോൾ നമുക്ക് പണി താമസമാണ്. പണിക്കാർക്ക് ലേബർ പൈസ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 5 രൂപയൊക്കെ സ്ക്വയർ ഫീറ്റിന് കൂട്ടി മേടിക്കും. 155 രൂപ ആ റേഞ്ച് മേടിക്കും. അതേസമയം ഫുള്ളായിട്ട് ഗ്രാസ് 2 ഇഞ്ച് വരെ ഫുള്ളായിട്ട് ഗ്രാസ് ആണെങ്കിൽ 150ക്ക് നമ്മൾ കംപ്ലീറ്റ് ഈ വർക്ക് ചെയ്ത് കൊടുക്കും. സ്റ്റോൺ മാത്രം മതിയെങ്കിൽ നമ്മൾ കോട്ടയം ജില്ലയിൽ 100 രൂപയ്ക്ക് കല്ലെത്തിച്ചു കൊടുക്കും. നമ്മുടെ ഷോപ്പിൽ വന്നാൽ കിട്ടത്തില്ല. ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ 110 രൂപ കല്ലിന് വിലയാണ്. കാരണം അവിടെ ഇറക്കുന്ന കൂലി, തിരിച്ച് കയറ്റി വെക്കുന്ന കൂലി, GST ബില്ലിൻ്റെ പൈസ. അതേസമയം ഡയറക്റ്റ് നമ്മൾ ബർഗൂരിൽ നിന്ന്, അതായത് ഈ പാരഡൈസ് എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത് അവിടുന്ന് നമ്മൾ ബില്ലടിച്ച് ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് വലിയ വണ്ടി വരുന്ന സൈറ്റ് എവിടെയാണോ അവിടെ വരെ നമ്മൾ എത്തിച്ചേരും. വിരിച്ച് നമ്മൾ കൊണ്ടുപോയി തരണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വിരിച്ച് ഫിനിഷായിട്ട് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 150 രൂപയ്ക്ക് നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വിരിച്ച് ഫിനിഷ് ചെയ്ത് തരും. ഗ്യാപ്പ് കൂടുന്തോറും നമുക്ക് റേറ്റ് കുറയ്ക്കാം. ഗ്യാപ്പ് കുറയും തോറും റേറ്റ് കൂടും. അതാണ് അതിൻ്റെ വ്യത്യാസം. 1 സൈഡ് ഗ്രാസ് ഇട്ട് നമ്മൾ വിരിക്കുമ്പോൾ മാത്രം 5 രൂപ നമ്മൾ സ്ക്വയർ ഫീറ്റ് കൂടുതൽ മേടിക്കും. കാരണം പണിക്കാർക്ക് സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് താമസം വരുമ്പോൾ 5 രൂപ അവർക്ക് അഡീഷണലായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ വർക്ക് നല്ല പെർഫെക്റ്റായിട്ട് അവർ ചെയ്തു തരും. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 4 ദിവസമോ 5 ദിവസമോ കഴിയുമ്പോൾ നമുക്ക് സാധാരണ നാച്ചുറൽ വാഹനങ്ങൾ, നമ്മുടെ കാറ്, ജീപ്പ് അങ്ങനെയുള്ള എല്ലാ വണ്ടികളും കയറ്റാം. ഒരു 1.5 മാസം, അതായത് 45 ദിവസം കൊണ്ട് നമ്മൾ ഈ സിമെൻറ്റിൻ്റെ ഇതുണ്ടോ ഈ പച്ചപ്പ് മാറ്റി നല്ല ഉണങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് ലോഡ് വണ്ടികളെല്ലാം കയറ്റാം. അപ്പോൾ ആ 1.5 മാസം നമ്മൾ ലോഡ് വണ്ടികൾ കയറ്റരുത്. ബാക്കി 4 ദിവസം കഴിഞ്ഞ് നമുക്ക് ഏത് വണ്ടിയും നമുക്ക് കയറ്റാം. പക്ഷേ ലോഡ് വണ്ടി ഒഴിച്ച്, ലോഡ് വണ്ടി നമ്മൾ കയറ്റുമ്പോൾ 1.5 മാസത്തിന് ശേഷമേ നമ്മൾ ലോഡ് വണ്ടി കയറ്റാവുള്ളൂ. അപ്പം പാരഡൈസിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. കണ്ടു കഴിയുമ്പം ഒരു ഗ്രേ കളർ പോലെ ഷെയ്ഡാണ്. ഇപ്പോൾ ഞാൻ മുമ്പേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല റെഡ് ഷെയ്ഡായിട്ട് വരും. നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വണ്ടികൾ, അതായത് പാരഡൈസ് ഗ്രേ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ സ്റ്റോണിനേക്കാളും കല്ല് ഹാർഡ് കല്ലാണ്. വൈറ്റ് കല്ലാകുമ്പോൾ തന്നെ കുറച്ച് ഹാർഡ് കുറവാണ്. അത്യാവശ്യം നമുക്ക് ടിപ്പർ വരെയുള്ള വണ്ടികൾ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റും. ടിപ്പർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് 10 ടണ്ണ് വണ്ടി നമുക്ക് ഈസി ആയിട്ട്, ഇത് 50 mm കല്ലാണ്, 50 mm ഫുൾ കട്ട് കല്ലാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോക്കകത്ത് കാണിച്ച പോലെ ഫുൾ കട്ട് കല്ലാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവർക്ക് ഫുള്ളായിട്ട് ഗ്രാസ് വേണ്ടാത്തതുകൊണ്ടാണ് 1 സൈഡ് മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. 1 സൈഡ് വേണ്ടവർക്ക് 1 സൈഡ്, 2 സൈഡ് വേണ്ടവർക്ക് 2 സൈഡ്. 1 സൈഡ് ചെയ്താലും 2 സൈഡ് ചെയ്താലും എല്ലാം നമുക്ക് റേറ്റൊക്കെ ഒന്ന് തന്നെ വരുന്നുള്ളൂ, വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പിന്നെ കല്ലുകൾ തമ്മിൽ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. മറ്റ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ നമ്മൾ 100 രൂപ സ്ക്വയർ ഫീറ്റിനാണ് നമ്മളിത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് വർക്ക് ചെയ്ത് വരുമ്പോൾ ഉള്ള കോസ്റ്റ്, വർക്ക് ചെയ്യുമ്പോൾ നമ്മളിത് പറഞ്ഞില്ല, ഇത് 28 ഡെൻസിറ്റി ഉള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് പ്ലസ് കല്ലുകൾ തമ്മിൽ 2 ഇഞ്ച് ഗ്യാപ്പ്, അതായത് 2 ഇഞ്ച് ഗ്യാപ്പേ കല്ലുകൾ വരാവുള്ളൂ. 1 സൈഡ് ഗ്രാസ് ആയതുകൊണ്ട് ഇടവശത്തെ ഗ്യാപ്പ് നമ്മൾ 1 ഇഞ്ച് ഇട്ടേക്കണേ. അത് വേണേൽ കുറച്ചുകൂടെ അടുപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പിട്ട് ഗ്രാസ് വെച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് 150 രൂപയാണ് നമുക്ക് വരുന്നത്. അത് 2 ഇഞ്ച് ഗ്യാപ്പിട്ട്
ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി 3 വർഷം വാറണ്ടിയുള്ള ഗ്രാസ് ഇട്ട് ഇത് കംപ്ലീറ്റ് വർക്ക് നമ്മൾ ഫിനിഷ് അങ്ങോട്ട് കൈ തരും. അതുകൊണ്ട് ഈ കിടക്കുന്ന പോലെ അങ്ങോട്ട് നമ്മൾ മുറ്റത്ത് കൊണ്ടിട്ട് അങ്ങോട്ട് ക്ലിയർ ആക്കി തരും. അപ്പോൾ അതിൻ്റെ റേറ്റാണ് നമ്മൾ പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് 150 രൂപ. കല്ല് മാത്രം ആവശ്യമുള്ളവർക്ക് നമുക്ക് സ്ക്വയർ ഫീറ്റ് 100 രൂപയ്ക്ക് നമ്മൾ കല്ല് എത്തിച്ചു തരും. അപ്പം ഇനി നിങ്ങൾക്ക് പാരഡൈസ് ഗ്രേ ആവശ്യമുണ്ടെങ്കിൽ കേരള സ്റ്റോൺസുമായിട്ട് ബന്ധപ്പെടുക. കേരള സ്റ്റോൺസ് പാലായിൽ പൊൻകുന്നം പോകുന്ന വഴി, അതായത് പാലായിലെ നല്ല പാലമുണ്ട്, പെരിയ പാലം എന്ന് പറയും, അതായത് പെരിയ പാലം. அந்த പാലം കടന്ന് ഒരു 1.5 കിലോമീറ്റർ മുന്നാടി, തമിഴ് ഭാഷയാണ് പറയുന്നത്, മുന്നാടി പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ കട. അന്ന് കടയ്ക്ക് കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ എന്നാണ് പേര്. അപ്പം കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ വന്നു കഴിഞ്ഞാൽ പാരഡൈസിൻ്റെ എല്ലാ വെറൈറ്റി കല്ലുകളും നമ്മുടെ കടയിലുണ്ട്. കടയിൽ നിന്ന് വിൽക്കുന്ന വില കയറ്റുകൂലി ഇറക്കുകൂലി വരുമ്പോൾ നമുക്ക് 110 രൂപയോളം വരുന്നുണ്ട്. ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് നമ്മൾ വലിയ വണ്ടി വരുന്ന എവിടെയാണോ അവിടെ എത്തിച്ചു തരും. വർക്ക് ചെയ്യണമെങ്കിൽ 150 രൂപ സ്ക്വയർ ഫീറ്റിന്. 150 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ വന്ന് വർക്ക് ചെയ്ത് തരും. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്തോടെ നമ്മൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഉത്ഭവങ്ങളും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ വേറൊരു വീഡിയോ വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഹോൾസെയിൽ വിലയും പ്ലസ് നമ്മളിത് വർക്ക് ചെയ്യുന്ന കോസ്റ്റ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.